അതുപോലെ തന്നെ MP കൂടി ചേർന്ന ഒരു അവിശുദ്ധ കുടുംബ മുന്നണിയുമായി ചേർന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു. ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ താഴ്ന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഈ കുടുംബ കൂട്ടായ്മയുമായി ചേർന്ന് ഒരു ഭരണത്തിനുമില്ല എന്ന് തീരുമാനിച്ചത് ഈ കാവിന് ഇറക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കാലത്ത് കുടുംബ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞിരുന്നത് കേരള കോൺഗ്രസ് നേതാക്കന്മാരാണ് അവർക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ കിട്ടാത്തൊരു കാരണക്കാരൻ. പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, ദൈവം താളത്തിൽ വെച്ചുകൊടുത്ത ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും സ്വന്തം കുടുംബത്തിലുള്ളവരെ പിടിച്ചു നിർത്താൻ സാധിക്കാത്തത് ആരുടെ കുഴപ്പമാണ്? പാർട്ടി നേതാവിന്റെ കുഴപ്പമാണോ? അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് പാലായ്ക്ക് ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, പാലായ്ക്ക് ഒരു SS ഉണ്ടായിരുന്നു. മാണിസാറ് വിഭാവനം ചെയ്ത പാല, ആ നല്ല സുന്ദരമായൊരു പാല, അതിന്റെ ഒരു കാലഘട്ടത്തിലെ ഒരു കോട്ടമാണ് കഴിഞ്ഞ 6 മാസക്കാലം വന്നത്. ഈ ഭരണം എങ്ങനെയായിരിക്കും? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചന നടത്തി? കോൺഗ്രസ് കേരള കോൺഗ്രസ് ഒത്തുചേരുമോ? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിശ്വാസം നിങ്ങൾക്കറിയാം, അവിശ്വാസം ആദ്യം പ്രകടിപ്പിച്ചത് ഞങ്ങളല്ല. സാങ്കേതികമായിട്ട് ഞങ്ങൾക്കാണ് 3-1 ഭൂരിപക്ഷം വേണ്ടത്. അപ്പൊ 3-1 കോറം വേണം. അത് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയിലെ കൌൺസിലർമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രമേയം അവതരിപ്പിച്ചു. അപ്പം പാലായ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് തുടർന്നുള്ള പറഞ്ഞ ഞാൻ വളരെ വ്യക്തമായി ഇല്ലില്ല, വ്യക്തമായിട്ട് പറഞ്ഞു, വ്യക്തമായ തീരുമാനം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തില് ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ 17 കൌൺസിലർമാർ. അപ്പൊ ഈ 17 കൌൺസിലർമാരിൽ ആരും ചോദിച്ചു പോകുന്നത് അതുകൊണ്ട് ആ രാഷ്ട്രീയം ഇതിനകത്ത് നിങ്ങൾ കൂട്ടിക്കാണുന്നത്.